മരിച്ച കുട്ടിയുടെ ഒരു ബന്ധു നമുക്കൊപ്പം ചേരുകയാണ് താമരശ്ശേരിയിൽ നിന്ന്. ഓക്കെ മിഥില. തീർച്ചയായും ഈ ഷഹബാസിന്റെ അമ്മാവൻ സൈനുദ്ദീനാണ് ഇപ്പോൾ എനിക്കൊപ്പം ചേരുന്നത്. നൊര വന്നിരിക്കുന്നു, വായന്നിങ്ങനെ നൊര വന്ന് ഒരു പദം ഇങ്ങനെ വന്ന്, ആ പത വന്നു കഴിഞ്ഞാൽ അതിലൊരു 10 മിനിറ്റ് അങ്ങനെ തന്നെ പത വന്ന് പിന്നെ ഛർദ്ദിച്ചപ്പോഴാണ് ഇവർക്ക് തോന്നിയത് ഇത് എന്തോ സംഭവിച്ചു, എൻ്റെ തലക്കെന്തോ പറ്റിക്കുന്നു, പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. അങ്ങനെ ഇവിടുന്ന് ഒരു കാറ് സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ കാറിൽ കയറ്റി വേഗം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി. താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടുന്ന് ഡോക്ടർമാർ നോക്കിയപ്പോൾ പറഞ്ഞ് ഇത് പെട്ടെന്ന് ആണ്, ഇത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്നാണ്. അങ്ങനെ അവിടുന്ന് ആംബുലൻസ് എല്ലാ സെറ്റപ്പോടും കൂടിയുള്ള ആംബുലൻസ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലില്ല. അപ്പോൾ ICU സംവിധാനമുള്ള ആംബുലൻസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ICU സംവിധാനമുള്ള ആംബുലൻസിന് ഈങ്ങാപ്പുഴന്ന് വരുത്തിക്കണം. ഈങ്ങാപ്പുഴന്ന് ആംബുലൻസ് വരുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു 1/2-3 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് ആ ആംബുലൻസ് കയറ്റി ഓക്സിജൻ സംവിധാനം കൂടിയൊക്കെ ഉള്ള ആംബുലൻസാണ്. അപ്പോൾ അതിൽ കയറ്റിയാണ് പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അന്ന് ഇവിടുന്ന് കയറ്റിയ ഈ അവസ്ഥയിൽ തന്നെയാണ് അന്നപ്പോൾ ICUവിലേക്ക് കയറ്റിയത്. ഈ ഇന്നലെ പിതാവ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, കൊട്ടേഷൻ സംഘങ്ങൾ അത്തരമുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു മർദ്ദനാണ് അവനെ ഏൽക്കേണ്ടി വന്നതെന്ന്. എന്താണ് നിങ്ങൾക്ക് ഈ സമയത്ത് ഇതിനെപ്പറ്റി പറയാനുള്ളത്? പക്ഷേ ഇത് രംഗം കണ്ടാൽ അങ്ങനെ തോന്നിപ്പോവും. ഇവൻ്റെ ഈ അവസ്ഥയും ഇവന് കിട്ടിയ പരുക്കും നോക്കി നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവന് സാധാരണത്തെ സ്കൂളിൽ നിന്ന് മക്കൾ തമ്മിൽ തല്ലിവിടുന്ന ഒരടിയല്ല. അതിപ്പോൾ ഒരടീൻ്റെ ശക്തി ഇപ്പം നമുക്കറിയാമല്ലോ, കുട്ടികൾ തമ്മിൽ അടി കൂടുന്നത്. ഇത് വലിയവർ കൈകാര്യം ചെയ്ത ഒരു അടിയാണ്. 5 അടിയുള്ള പരിക്കാണ് ഇവൻ്റെ തലക്ക് കിട്ടിയത്. ഇവിടെ ഈ ഭാഗത്ത് ഈ ചെവിൻ്റെ ഈ വലത്തെ ഭാഗത്ത് ചെവിൻ്റെ ഭാഗത്ത് ഈ എല്ല് പൊട്ടിപ്പോയിട്ടുണ്ട്. ഉണ്ടായിരുന്നു ആശുപത്രി കൊണ്ടുപോകുന്ന സമയത്ത്? കൊണ്ടുപോകാനില്ല, ഇത് വാപ്പ പറഞ്ഞതാ. ഞാൻ അന്നപാട് എത്തിക്കണം ആശുപത്രിയിൽ കൊണ്ടുപോകാൻ. ഞാൻ കോളേജിലേക്കാണ് എത്തിയത്. ഇവിടെ എത്തുന്ന സമയത്ത് അവൻ്റെ അവസ്ഥ എന്തായിരുന്നു? എപ്പോൾ? ഇന്നലെ മർദ്ദനം ഏറ്റിട്ട് ഇങ്ങോട്ട് വന്നല്ലോ. സീരിയസാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് കന്ന് വീണതാ. വന്നു കഴിഞ്ഞാൽ കൊലയിലേക്ക് കയറി കഴിഞ്ഞാൽ ആ കട്ടിലിൻ്റെ മുകളിൽ കട കന്ന് കിടന്നത്. അന്നപ്പോഴാണ് വായിൽ നിന്ന് നൊര വന്നത്. വായിൽ നിന്ന് നൊര വന്നതിനോട് കൊടുത്ത് പിന്നെ അവന് ഛർദ്ദിക്കുകയും ചെയ്തു. അത് തന്നെ. ഇപ്പം ക്രിമേഷൻ മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൻ്റെ സമയം കിട്ടണം. ആ സമയം കിട്ടിയിട്ട് എത്ര മണിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത് അവിടുന്ന് കുളിപ്പിച്ച് കൊണ്ടുവരണോ അതിന് കണക്കാക്കിയിട്ട് ഇവിടെ നിസ്കരിക്കാനുള്ള പള്ളിയിൽ സമയം വെക്കാൻ പറ്റുള്ളൂ. അത് എപ്പോഴും പറയാൻ കഴിയില്ല. അതൊരു ഇപ്പോൾ സമയത്തറേ ഒരു 9 മണീൻ്റെ ഉള്ളിൽ നമുക്ക് 12:30 ഈ സംഭവം അറിഞ്ഞപ്പോൾ തളർന്ന് വീണതാണ് ഉമ്മ. അതെ, തളർന്ന് വീണതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പുറപ്പെടുക. തീർച്ചയായും എസ്കേൻ, ഇതാണ് അവസ്ഥ. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം. അമ്മാവൻ്റെ പ്രതികരണമാണ് നമ്മൾക്കിടെ. ഇപ്പോൾ ഷഹബാസിൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് ഷഹബാസിനെ നിങ്ങൾ ഓർക്കുന്നത്? വളരെ നല്ലൊരു ചങ്ങായി. ഞങ്ങൾ ഇവിടെ വാടകയ്ക്ക് വന്നതാണ്. 2 കൊല്ലമായി 2.5 കൊല്ലമായി ഇവിടെ. ഞങ്ങളിവിടെ എപ്പോഴും കളിക്കാനും പഠിക്കാനാണെങ്കിലും അവന് വീട്ടിൽ നിന്ന് തന്നെ. ഞങ്ങൾ +1 10ാം ക്ലാസ്, 1 കൊല്ലത്തെ ഡിഫറൻസ് ഉണ്ട്. ഞങ്ങളിവിടെ തന്നെയാണ് എപ്പോഴും ഉണ്ടാവുക. ഞങ്ങൾ +1 തന്നെയാണ് അവൻ്റെ അധികം ഫ്രണ്ട്സൊക്കെ. ഞങ്ങളിവിടെ കളിച്ചൊക്കെ വേണമെന്ന് ചങ്ങായി ആയിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല എങ്ങനെ ആവും. ഇന്നലെ ചെന്നു എസ്കേൻ വാക്കുകൾ കിട്ടാതെ വിതുമ്പുകയാണ് അവൻ്റെ സുഹൃത്തുക്കൾ. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു വാർത്ത എന്നത് ഈ ട്യൂഷൻ സെൻറ്ററിൻ്റെ വിശദീകരണം വന്നിട്ടുണ്ട്. അവർ മാതാപിതാക്കളും രക്ഷിതാക്കളുമുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ച ഒരു വിശദീകരണമാണ്. ആ വിശദീകരണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: തർക്കം ഉണ്ടായ സമയത്തു തന്നെ അധ്യാപകർ ഇടപെട്ടു. അതിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികളെ കാറിൽ തന്നെ അവരുടെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ വിദ്യാർത്ഥികളോട് ഇനി ഈ ഒരു ട്യൂഷൻ സെൻറ്ററിൽ ക്ലാസ്സിൽ പങ്കെടുക്കരുത് എന്ന ഒരു കർശന നിർദ്ദേശം നൽകിയിരുന്നു. സംഘർഷത്തിൽ ഉൾപ്പെട്ട 40ഓളം വിദ്യാർത്ഥികളിൽ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് ഈ ട്രിസ്സിലെ വിദ്യാർത്ഥികൾ എന്ന് പ്രിൻസിപ്പളാണ് ഈ ഒരു വിശദീകരണം ഈ ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടുള്ളത്. ട്രിസ്സിൻ്റെ പരിധിക്കപ്പുറം നടന്ന വിഷയങ്ങളും വ്യക്തികളുമാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നും ഇവർ പറയുന്നു. എന്തു തന്നെയാലും നമ്മളിപ്പോൾ കാണുന്നത് വീട്ടിൽ കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മരണവാർത്ത അറിഞ്ഞിട്ട് ഇന്നലെ 12:30-ക്കാണ് മരണം സ്ഥിരീകരിച്ചത്. 10:30 മുതൽ തന്നെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്ന ഒരു കാര്യം കുടുംബത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. താമരശ്ശേരിയിലെ വീട്ടിൽ നമുക്ക് ഇവിടെ കൂടുതൽ അയൽക്കാരുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ഒരു പ്രതികരണം ചോദിച്ചു നോക്കാം. ദാരുണമായ ഒരു സമയം, പ്രത്യേകിച്ച് കുട്ടികളുടെ ഭാഗത്ത് ഇത്തരത്തിൽ സംഘർഷം ഉണ്ടാവുക. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ നാടിനെ മൊത്തം എല്ലാവരെയും നാട്ടുകാരെയൊക്കെ തന്നെ ആകെ പ്രയാസത്തിലാക്കിയ ഒരു ഇൻസിഡൻ്റാണ്. ഇന്നത്തെ തലമുറ ഇങ്ങനെയുള്ള രീതിയിലേക്ക് പോകുന്നത് എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇതിന് നമ്മുടെ സമൂഹം, നമ്മുടെ നാട് എല്ലാം ഒന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ടതുണ്ട് എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. ബാക്കി
തീർച്ചയായും ആർക്കും വാക്കുകൾ കിട്ടുന്നില്ല, വിതുമ്പിപ്പോവുകയാണ് ആളുകൾ. കാരണം അത്രമാത്രം ദുഃഖകരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ താമരശ്ശേരി ചുങ്കത്തെ വീട്ടിലുള്ളത്. ഇത് വാടക വീടാണ്. കഴിഞ്ഞ 5 വർഷമായി ഇവിടെയാണ് ഷഹബാസും കുടുംബവും താമസിച്ചിട്ടുണ്ടായിരുന്നത്. തൊട്ടടുത്ത് താമരശ്ശേരിയിലാണ് വീട്, തറവാട് വീടുണ്ട്. അങ്ങോട്ടായിരിക്കും ഷഹബാസിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എത്തിക്കുക. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വളരെ വേഗം തന്നെ സംസ്കരിക്കാനുള്ള അല്ലെങ്കിൽ ഖബറടക്കം നടത്താനുള്ള ഒരു നടപടിയിലേക്ക് പോകും എന്നാണ് നിലവിൽ ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. SKN. താങ്ക് യു. ദുഃഖം ഘനീഭവിച്ച് നിൽക്കുന്ന വീടാണ് താമരശ്ശേരിയിൽ നമ്മൾ കണ്ടത്. ബന്ധുക്കൾക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കൂട്ടുകാർക്കും സങ്കടക്കടലിൽ വീണ ഒരു സംഘം ആൾക്കാരെയാണ് മിഥില നമുക്ക് പരിചയപ്പെടുത്തിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായ ചെറിയൊരു കശപിശയുടെ പേരിൽ വ്യാഴാഴ്ച വലിയ സംഘർഷമുണ്ടായി. ഈ നെഞ്ചക്ക് പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് കുട്ടിയുടെ തലച്ചോർ തല്ലിപ്പൊളിക്കുകയായിരുന്നു സംഭവിച്ചത്. താമരശ്ശേരിയിലെ ഷഹബാസ് ഇന്നലെ രാത്രി 12:30 മണിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചു. അപ്പോൾ എന്തായാലും നിയമ സംവിധാനങ്ങൾ ഒരുപാട് കാരുണ്യത്തോടെ ഈ പ്രതികളോട് പെരുമാറി. ഇപ്പോൾ ദീപക് തരമണ നമ്മുടെ കോഴിക്കോട് പോലീസ് സംവിധാനവുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന പോലീസ് ഈ കേസിൻ്റെ ഗൗരവം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെ ബോധ്യപ്പെടുത്തിയിരുന്നു. ഇനി ബാക്കി തീരുമാനമെടുക്കുന്നത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ്. പ്രതികളെ വിട്ടയച്ചു. ഇന്ന് രാവിലെ 11 മണിക്ക് വീണ്ടും ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു കാപാലിക കൂട്ടമാണിത്. ഇത് കുട്ടികളാണെന്ന് പറയുന്നതിൽ കാര്യമില്ല. ഒരു കുട്ടിയുടെ ജീവൻ്റെ കടയറുത്ത് വീഴ്ത്തി ഒരു കാപാലിക സംഘത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിയമവ്യവസ്ഥയിലുള്ള ആളുകൾ കൂടുതൽ കാര്യമായി ചിന്തിക്കേണ്ട ഒരു ആസുര കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്